ഹലോ മക്കളെ, നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ഒരു മാർക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 മാർക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, ടെൻഷനൊന്നും അടിക്കാണ്ട് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം 2023 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. ഡിഫൈൻ ആക്സിലറേഷൻ ഗിവ് ഇറ്റ്സ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. എന്താണ് ആക്സിലറേഷൻ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് 2 തരത്തിലുള്ള ഡെഫിനിഷൻ നിങ്ങൾക്ക് പറയാം. ഒന്നുകിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്സിലറേഷൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ദ ടൈം എന്ന് പറയാം. ഒന്നെങ്കിൽ ഒരു ഡെഫിനിഷൻ അതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ഡെഫിനിഷനുമാണ്, രണ്ടാമത്തെ ഡെഫിനിഷനാണ്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ശരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ആണ് കേട്ടോ. ഇനി കുഴപ്പമില്ല, നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് A = v-u/t ആണ്. ഓക്കെ, അപ്പം ഈ v-u എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ എഴുതാതെ ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, മാർക്ക് കിട്ടും. ഇനി അതിൻ്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ എഴുതുന്നതിന് നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 1 മാർക്കേ കിട്ടും. ഇനി അതിൽ രണ്ടാമത്തെ ഭാഗം ഇത് മുഴുവൻ എഴുതണ്ട കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ. ഇതിലേത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം, പ്രശ്നമില്ല. ഓക്കെ, 3 രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എഴുതിയാൽ മതി. അതിൻ്റെ കൂടെ എന്തുകൂടി വേണം? യൂണിറ്റും ഡയമെൻഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂണിറ്റ് പറയാം. എന്താണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത് m/s². ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണ് എഴുതുക? Lt⁻². അതൊരു സ്ക്വയർ ബ്രാക്കറ്റിലാക്കിയിട്ട് നോക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നത്? ഇത്രയും എഴുതുന്നതിന് 1 മാർക്ക്, ഈ യൂണിറ്റും ഡയമെൻഷൻ എഴുതുന്നതിന് 1 മാർക്ക്. റെഡിയാണല്ലോ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ചോദ്യം. കഴിഞ്ഞ വർഷത്തെ 9ാമത്തെ ചോദ്യം നമ്മുടെ ഇവിടുത്തെ 2ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റേറ്റ് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കുലാർ ലോ നമ്മൾ ശരിക്കും 2 വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയാങ്കുലാർ ലോ യൂസ് ചെയ്യുക. 2 വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യാൻ. അപ്പോൾ അവിടെ വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ട 2 വെക്റ്റേഴ്സ്, ഏത് വെക്റ്ററിനെയാണോ നിങ്ങൾ ആഡ് ചെയ്യുന്നത് ആ 2 വെക്റ്റേഴ്സിന് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കണം. എങ്ങനെ? ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പം ഒരു വെക്റ്ററിന് 2 പാർട്സ് ആണുള്ളത്. വെക്റ്ററിൻ്റെ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഹെഡ് എന്നാണ് പറയുക, ഇത് ടെയിൽ എന്നാണ് പറയുക. ഓക്കെ, ഒരു വെക്റ്റർ നമുക്ക് ഉണ്ടെങ്കിൽ ആ വെക്റ്ററിൽ ഈ ഒരു പാർട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ആരോ മാർക്ക് കാണുന്ന ഭാഗം ഹെഡ്, ഈ ഭാഗം ടെയിൽ. ഓക്കെ, അപ്പോൾ നോക്കി, ഒരെണ്ണത്തിൻ്റെ ഹെഡിൽ മറ്റൊന്നിൻ്റെ ടെയിൽ കൊണ്ടുപോയിട്ട് വെച്ചതല്ലേ അല്ലേ? ഒന്നിൻ്റെ ഹെഡിൽ മറ്റൊന്നിൻ്റെ ടെയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പറയാം സെയിം ഓർഡർ അറേഞ്ച്മെൻ്റ് എന്നാണ്. എന്താ വിളിക്കുക? സെയിം ഓർഡർ അറേഞ്ച്മെൻറ്റ്. സെയിം ഓർഡറിൽ വെച്ചു. ഓക്കെ, എനിക്ക് ആഡ് ചെയ്യേണ്ട 2 വെക്റ്റേഴ്സിന് ഞാൻ പേര് കൊടുക്കുന്നു. A എന്ന് പറഞ്ഞ വെക്റ്റർ, B എന്ന് പറഞ്ഞ വെക്റ്റർ. അങ്ങനെ 2 വെക്റ്റേഴ്സിനെയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, എനെയും ബിനെയും ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. റെഡി? ഓക്കെ, A എന്ന് പറഞ്ഞ വെക്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ B എന്ന് പറഞ്ഞ വെക്റ്റർ ഉണ്ട്. ഈ 2 വെക്റ്റർ ഞാൻ ആഡ് ചെയ്യുമ്പോൾ സെയിം ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി 3ാമത്തെ ഒരു സൈഡും കൂടി വരച്ച് കഴിഞ്ഞാലല്ലേ ട്രയാങ്കിൾ ക്ലോസ് ആവുള്ളൂ. ആ 3ാമത്തെ സൈഡിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓർഡറിൽ വരയ്ക്കുന്നു. എന്താ ഈ ഓപ്പോസിറ്റ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഗ്രീൻ കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഓർഡറിലുള്ള വെക്റ്ററാണ്. എന്താ ഈ ഓപ്പോസിറ്റ് ഓർഡർ? നോക്കി, ഹെഡും അല്ലേ കൂട്ടിമുട്ടിയത്? നേരത്തെ ഹെഡും ടെയിലും കൂട്ടിമുട്ടിയപ്പം സെയിം ഓർഡർ എന്ന് വിളിച്ചു. എന്നാൽ നമ്മുടെ 3ാമത്തെ സൈഡിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ഓർഡറിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡും കൂട്ടിമുട്ടി, ടെയിലും കൂട്ടിമുട്ടി. അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് ആൻഡ് ക്ലോസിങ് സൈഡ്, 3ാമത്തെ സൈഡ് എന്തായിരിക്കും? ഈ A+Bക്ക് ഈക്വൽ ആയിരിക്കും. 3ാമത്തെ സൈഡ് A എന്ന് പറയുന്ന വെക്റ്ററും B എന്ന് പറയുന്ന വെക്റ്ററും ആഡ് ചെയ്ത റിസൾട്ടൻ്റ് വെക്റ്ററിന് ഈക്വൽ ആയിരിക്കും.
ഓക്കെ, അത് സ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഡയഗ്രാം വരച്ച് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഡയഗ്രാം വരച്ചതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ എഴുതിയാൽ മതി. 2 വെക്റ്റർ ഈസ് ടു ബി ആഡഡ്. നമ്മൾ ആഡ് ചെയ്യുന്ന 2 വെക്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അറേഞ്ച്ഡ് ആസ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ സെയിം ഓർഡർ. ഞാൻ ആഡ് ചെയ്യുന്ന 2 വെക്ടറിനെ സെയിം ഓർഡറിൽ എന്ത് ചെയ്തു? ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ തേർഡ് ആൻഡ് ക്ലോസിങ് സൈഡ് അല്ലേ, തേർഡ് ആൻഡ് ക്ലോസിങ് സൈഡ് ഓഫ് ട്രയാങ്കിൾ ഓപ്പോസിറ്റ് ഓർഡർ ഓഫ് ട്രയാങ്കിൾ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ വിൽ ബി ദ റിസൾട്ടൻറ്റ്. ഓക്കെ, ട്രയാങ്കുലർ ലോ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് കൂടെ തന്നെ പഠിച്ചു പോകട്ടോ. ഇനി പിന്നീട് ട്രയാങ്കുലർ ലോ എല്ലാ വർഷവും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കൂടെ ഡയഗ്രാം കൂടി വരച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ്. റെഡി. നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം, നമ്മുടെ ഇവിടുത്തെ 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഈസ് മൊമെൻറ്റം? ഈസ് ഇറ്റ് വെക്റ്റർ ഓർ സ്കാലാർ ക്വാണ്ടിറ്റി? മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റം എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രോപ്പർട്ടിയാണ്. ആരുടെ പ്രോപ്പർട്ടിയാണ്? പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ബോഡി. ഒരു മൂവിങ് ബോഡിക്ക് ഉണ്ടാവുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? മൊമെൻറ്റം. മൊമെൻറ്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൊമെൻറ്റം എന്ന് വിളിക്കുക. അപ്പോൾ P ഈസ് ഈക്വൽ ടു mv. അപ്പോൾ നോക്ക്, വെലോസിറ്റി ഒരു വെക്ടറാണ്, മാസ് സ്കേലാറാണ്. അപ്പോൾ മൊമെൻറ്റം എന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എന്താണോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അതേ ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുക? മൊമെൻറ്റം ഉണ്ടാവുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 മാർക്ക് അവിടെ കിട്ടും. റൈറ്റ്. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 11ാമത്തെ ചോദ്യം, കഴിഞ്ഞ വർഷത്തെ 11ാമത്തെ ചോദ്യം കേട്ടോ. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് മെൻഷൻ ഈച്ച് ഓഫ് ടേം. ഓക്കെ, കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. K ഈസ് ഈക്വൽ ടു ½ mv². M എന്ന് പറയുന്നത് എന്താണ്? M എന്ന് പറയുന്നത് മാസ്സാണ്. V എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. K എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. U ഈസ് ഈക്വൽ ടു mgh എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ M മാസ്സാണ്. G എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. യെസ്. H എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് അല്ലെ, ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഒബ്ജക്റ്റ് ഉള്ളത് അതാണ് എന്ത്? അതിൻ്റെ H എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? U എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 മാർക്ക് ഈ ക്വസ്റ്റിന് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അടുത്ത ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തന്നെയാണ്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. എനിവേ നമുക്കൊന്ന് പറയാം. എന്താ പറയുന്നത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം 2 ബോഡീസ് ഉണ്ട്. ഈ 2 ബോഡീസ്, ഒരു ബോഡി ഇതാണ്, രണ്ടാമത്തെ ബോഡി. ഇത്രയൊക്കെ വർഷം നല്ലതാണ് കേട്ടോ. 2 മാർക്ക് ഉണ്ടല്ലോ. ഇതിൽ ഒന്നാമത്തെ ബോഡിയുടെ മാസ് m1, ഇതിൻ്റെ മാസ് m2. ഇവർ തമ്മിലുള്ള, ഇവരുടെ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ r എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺസ് ലോ പ്രകാരം, ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം F എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 2 ബോഡിയുടെയും മാസിൻ്റെ പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണലായിരിക്കും. അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഡിസ്റ്റൻസിന് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണലായിരിക്കും. അപ്പോൾ 2 പേരും കൂടി ക്ലബ് ചെയ്ത് എഴുതുമ്പോൾ എന്താ കിട്ടുക? 2 കൂടി ക്ലബ് ചെയ്ത് എഴുതുന്ന സമയത്ത് F പ്രൊപ്പോഷണൽ ടു m1 m2/r². റെഡി. അപ്പോൾ നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യാം. The gravitational force between 2 bodies is directly proportional to product of their masses and inversely proportional to square of the distance between them. എന്തായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ? F proportional to m1 m2/r². F is equal to gm1 m2/r². ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 മാർക്ക് കിട്ടും. അതിൻ്റെ കൂടെ ജിയുടെ വാല്യൂ കൂടി ഒന്ന് എഴുതി വെച്ചാൽ പെർഫെക്റ്റായി. ജിയുടെ വാല്യൂ എന്താണ്? 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം (2). ഈ ജീനെ വിളിക്കേണ്ടത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്നാണ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്നാണ് നിങ്ങളതിനെ വിളിക്കേണ്ടത്. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ പെർഫെക്റ്റ്. 2 മാർക്കിൽ അതിനകത്ത് കുറയ്ക്കാനില്ല. ഫുൾ മാർക്ക് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. റെഡി ആണല്ലോ? നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. സ്റ്റേറ്റ് ഹൂക്സ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിയുടെ ഹൂക്സ് ലോ പറയാനാണ് പറയുന്നത്. വളരെ ഈസിയാണ്. ഹൂക്സ് ലോയുടെ ഡെഫിനിഷൻ എന്താണ്? അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൂക്സ് ലോ പറയുന്ന സമയത്ത്, ഹൂക്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം കൊടുക്കേണ്ടത്, എല്ലാവരും സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് എഴുതും. അപ്പോൾ ആദ്യം പറയേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും ഇതാണ്: വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അങ്ങനെ തന്നെ പറയണേ.
വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് സ്ട്രെസ് എന്താണ്? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇങ്ങനെ പറഞ്ഞാലാണ് ഹൂക്സ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുക. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ത് കിട്ടും? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരായിരുന്നു എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി യങ്സ് മോഡുലസ് ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്, റിജിഡിറ്റി മോഡുലസ് ഉണ്ട്. ഈ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നല്ല ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ സ്വഭാവമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. എനിവേ ഹൂക്സ് ലോ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. പറ്റുമെങ്കിൽ അതിൻ്റെ ഗ്രാഫ് കൂടെ ഒന്ന് വരച്ച് വെക്കുന്നത് നല്ലതാണ്. ഹൂക്സ് ലോൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിൽ സ്ട്രെയിനും വൈ ആക്സിൽ സ്ട്രെസ്സും. സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, ഇതാണ് ഹൂക്സ് ലോൻ്റെ ഗ്രാഫ് വരുന്നത് കേട്ടോ. റൈറ്റ്. അടുത്തത് വാട്ട് ഈസ് എൻ ഐസോതെർമൽ പ്രോസസ്സ്? എന്താണ് ഒരു ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകളെല്ലാം എന്താണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. അതിൻ്റെ ഇക്വേഷൻ ചോദിക്കുന്നുണ്ട്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോയിൽസ് ലോൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടെ എന്ത് ചോദിക്കാറുണ്ട്? ഐസോതെർമൽ പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. വളരെ ഈസിയാണ്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഫേസ് ചേഞ്ച്. ഓക്കെ, ഫേസ് ചേഞ്ച് ഉണ്ടല്ലോ. ഫേസ് ചേഞ്ചിൻ്റെ സമയത്ത് ടെമ്പറേച്ചർ മാറില്ല എന്നറിയാലോ. നമ്മൾ 1 മാർക്കിൻ്റെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് അവിടെ ഐസോതെർമൽ പ്രോസസ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുക. റെഡി ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ന്യൂട്ടൺസ് ലോ ഓഫ് ഓക്കെ യെസ്. അടുത്തത് 2022 ഡിസംബർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ, സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള പോർഷനാണ്. പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെ ചെയ്യേണ്ട പ്രോബ്ലമാണ്. ഓക്കെ, നമുക്ക് ആവശ്യമില്ല. ഗീവ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള 2 ഡിഫറൻസ് എഴുതണം. അപ്പോൾ നമുക്ക് 2 കോളാക്കാം. സ്പീഡ്, വെലോസിറ്റി 2 കോളമായിട്ട് ഞാൻ വരയ്ക്കുന്നു. സ്പീഡ് എന്താണ്? സ്പീഡിൻ്റെ ഇക്വേഷൻ തന്നെ എഴുതാം അല്ലേ. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ് എന്ത്? സ്പീഡ്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ് അല്ലേ. അപ്പോൾ ഒരു വ്യത്യാസമായല്ലോ, ഇക്വേഷനിൽ ഒരു വ്യത്യാസം കിട്ടി. രണ്ടാമത്തെ വ്യത്യാസം, സ്പീഡ് എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് സ്കാലാറാണ്, എന്ത് ചെയ്യുന്നില്ല, അത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, എന്നാൽ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. വെലോസിറ്റി എന്താണ്? വെക്റ്ററാണ്. ഇനി അടുത്തൊരു കാര്യം കൂടി ഉണ്ട്, ഒരു ഡിഫറൻസും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഈ ഒരു സ്പീഡ് ഉണ്ടല്ലോ, സ്പീഡ് ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സ്പീഡ് ഓൾവേസ് പോസിറ്റീവ്. എന്നാൽ വെലോസിറ്റി എന്തുണ്ടാവും? പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, 0 ഉണ്ടാവും. 3ഉം പോസിബിളാണ് കേട്ടോ. ഒരു അഡീഷണൽ കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്റ്റൻസും സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, മാത്തമാറ്റിക്കൽ റിലേഷൻ എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, സ്പീഡ് വെലോസിറ്റിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. റെഡി അല്ലേ? ഓക്കെ, നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ പറഞ്ഞതുപോലെ തന്നെ സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി. യെസ്. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ എ പ്രൊജക്റ്റൈൽ. ഒരു മാക്സിമം ഹൈറ്റിൽ നിൽക്കുന്ന പ്രൊജക്റ്റൈലിൻ്റെ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ. പ്രൊജക്റ്റൈൽ മോഷൻ ആദ്യം പറയാം നമുക്ക്. ഓക്കെ, യെസ്. ഒരു പ്രൊജക്റ്റൈൽ മോഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കി, എൻ്റെ കയ്യിൽ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ട്. അപ്പം തീറ്റ ആംഗിൾ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണ്. ഞാനത് 2 കമ്പോണൻ്റ് ആക്കി. യു കോസ് തീറ്റ, അതുപോലെ തന്നെ യു സൈൻ തീറ്റ, 2 കമ്പോണൻ്റ് ആക്കി. എൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മാക്സിമം ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ബോൾ നിൽക്കുന്നത്, ഞാൻ എറിഞ്ഞിരിക്കുന്ന ബോൾ പോയി നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്, പ്രൊജക്റ്റൈലിൽ. ഈ ഹയസ്റ്റ് പോയിന്റിലെത്തുന്ന സമയത്ത് അതിൻ്റെ അവിടേക്കുള്ള ഹൈറ്റ്, ഈ ഒരു ഭാഗത്തേക്കുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാക്സിമം ഹൈറ്റ്, എച്ച് എന്ന് വിളിക്കുക. നമുക്ക് ഈ എച്ചിൻ്റെ എക്സ്പ്രഷനാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഇത് ഒരു മോഷൻ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. അതിനകത്ത് ഒരു ഏറ്റവും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ പോയിന്റ് നോക്കി നിങ്ങൾ, ഈ പോയിന്റിൽ ഇവിടെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി, ഇവിടെ നിങ്ങൾ ഏത് ആക്സിസിലാണ് ഈ ബോഡിയുടെ മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കേണ്ടത്. നോക്കി, ഇവിടെ വൈ ആക്സിസിലല്ല ഈ എച്ച് എന്ന് പറയുന്ന ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. എച്ച് നിൽക്കുന്ന ഏതാണ്? വൈ ആക്സിന് പാരലായിട്ടാണ് അല്ലേ, വൈ ആക്സിന് പാരലായിട്ടാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇക്വേഷൻ, നമ്മൾ ഏത് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലും അത് വൈ ആക്സിസിൻ്റെ ടേമിൽ അഥവാ വെർട്ടിക്കൽ ടേമിൽ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. അപ്പോൾ ഞാനത് വൈ കമ്പോണൻറ്റിൽ മാത്രം കൺസിഡർ ചെയ്യുമ്പം വി വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് 2as. റെഡിയല്ലേ? ഇവിടെ നോക്കി, എൻ്റെ പോയിന്റ് ബോൾ നിൽക്കുന്ന ഇവിടെയാണ്, വൈ ആക്സിലെ മാക്സിമത്തിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് നോക്ക്, ഈ ഭാഗത്ത് ഈ ഒരു മാക്സിമം ഹൈറ്റിൽ ഇതിൻ്റെ വെലോസിറ്റി നോക്ക്, ഈ വെർട്ടിക്കൽ വെലോസിറ്റി ഹൊറിസോണ്ടൽ വെലോസിറ്റി അപ്പോഴും എന്ത് തന്നെയാണ്? യു കോസ് തീറ്റ തന്നെയാണ്. എന്നാൽ മാക്സിമം ഹൈറ്റിൽ യു സൈൻ തീറ്റ എത്രയായിരിക്കും എന്നറിയോ? മാക്സിമം ഹൈറ്റിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്? 0 ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ബോൾ തുടങ്ങിയത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഇത്, അവസാനിക്കുന്ന പോയിൻ്റ് ഇത് എന്നാലോചിച്ചാൽ മതി. ഓക്കെ, അവസാനിപ്പം മാക്സിമം ഹൈറ്റ് വരെ കൺസിഡർ ചെയ്യുമ്പോൾ അവസാനിക്കുന്ന പോയിൻ്റ് ഇത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗത്തെ വെലോസിറ്റീനെ ഫൈനൽ വെലോസിറ്റി വി എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനെ വി വൈ എന്ന് വിളിക്കാം. ഇവിടുത്തെ വെലോസിറ്റി വി വൈ. റെഡി? ഈ ഭാഗത്തുള്ള വെലോസിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? വി വൈ എന്ന് വിളിക്കാം. വി വൈ ഈസ് ഈക്വൽ ടു എന്താണ്? യു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് അവിടെ യു കോസ് തീറ്റ ഉണ്ട് എങ്കിലും ഞാൻ ആരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി? വൈ ആക്സിലുള്ള വെലോസിറ്റി മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഞാൻ എടുക്കുന്ന ഇക്വേഷൻ ഏത് ആക്സിൽ മാത്രമാണ്? എൻ്റെ ഇക്വേഷൻ വൈ ആക്സിൽ മാത്രമേ വരുന്നുള്ളൂ. റൈറ്റ്? ഓക്കെ ആണല്ലോ. ഇനി നോക്ക്, അപ്പോൾ എനിക്ക് വി വൈ കിട്ടി. വി വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? വി വൈ ഈസ് ഈക്വൽ ടു, ഞാൻ അവിടെ എഴുതി വെക്കാം, വി വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, എനിവേ നമുക്ക് എന്ത് എഴുതിയാൽ മതി? 0 എന്ന് മാത്രം എഴുതിയാൽ മതി അല്ലേ. ദെൻ അടുത്തത് ഇനീഷ്യൽ വെലോസിറ്റി യു വൈ ഈക്വൽ ടു എന്ത് തന്നെയാണ്? യു സൈൻ തീറ്റയാണ് അല്ലേ. തുടങ്ങുന്ന സമയത്ത് വെലോസിറ്റി യു സൈൻ തീറ്റയാണ്, തുടങ്ങുന്ന സമയത്ത് വൈ ആക്സിലുള്ള വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. റെഡി? ഇനി നോക്ക്, ഇവിടെ ആക്സിലറേഷൻ, ഈ ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ ഏത് പോയിൻ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ഏത് പോയിൻ്റ് നിങ്ങൾ എടുത്തോ കുഴപ്പമില്ല, ഈ ഒരു പ്രൊജക്റ്റൈൽ മോഷന് മുകളിൽ ഏത് പോയിൻ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആക്സിലറേഷൻ്റെ വാല്യൂ എന്താണ്? ജി ആണ്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സർഫസ് അല്ലേ, എർത്തിൻ്റെ സർഫസിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ എയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? -g എന്ന് എടുക്കാം. ഇനി നോക്ക്, അവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് മുതൽ മുകളിലേക്കുള്ള ഹൈറ്റ്, ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്? എച്ച്. അപ്പോൾ നിങ്ങൾക്ക് എസിൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ എസിൻ്റെ സ്ഥാനത്ത് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് കൊടുത്തു നോക്കി, ഇവിടെ വി വൈയുടെ സ്ഥാനത്ത് 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു യു വൈ സ്ക്വയർ എന്ന് പറയുമ്പം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. യു സൈൻ തീറ്റൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ -2gh. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? എ ഈക്വൽ ടു -g ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കി. റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് 2gh ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ -2gh പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ h ഈസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് ഫൈനൽ ഇക്വേഷൻ എഴുതാം. h ഈസ് ഈക്വൽ ടു 2g താഴേക്ക് വരും അല്ലേ, ഡിനോമിനേറ്ററിലേക്ക് വരും. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. എച്ചിൻ്റെ ഇക്വേഷനായി. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ, ഡയഗ്രാം വേണം നിർബന്ധമില്ല, ഡയഗ്രാം വരച്ചാൽ ബെറ്റർ ആണ്. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 മാർക്ക് അതിന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫൈൻ മൊമെൻറ്റം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഗിവ് ഇറ്റ്സ് യൂണിറ്റ്. മൊമെൻറ്റം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ യൂണിറ്റ് അല്ലേ, മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു mv അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കാൻ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റും ആയല്ലോ. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കൂടി പഠിച്ചു വെക്കുക കേട്ടോ, യൂണിറ്റ്. റൈറ്റ്. അടുത്ത സ്റ്റേറ്റ് ന്യൂട്ടൺ ലോ ഓഫ് ഇനേഷ്യ. ന്യൂട്ടൺ ലോ ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താ? ഫസ്റ്റ് ലോ, എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ് അണ്ടിൽ an external unbalanced force acting on it അല്ലേ. എല്ലാ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ, ഇനേഷ്യ കണ്ടിന്യൂ ചെയ്യും. എവിടെ വരെ? എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് വരെ. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഇതൊരു മാർക്കായിട്ടുള്ളൂ. ഈ ഭാഗം നമ്മൾ എഴുതുമ്പോൾ ഒരു മാർക്കായിട്ടേ ഉള്ളൂ. ഇനി ഒരു മാർക്ക് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇനേഷ്യ എഴുതാനാണ്. ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുക?
ഒന്ന് ഇനേഷ്യ ഓഫ് റെസ്റ്റ് പറയാം, ഇനേഷ്യ ഓഫ് റെസ്റ്റ്, അതുപോലെ ഇനേഷ്യ ഓഫ് മോഷൻ പറയാം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ രണ്ട് ടൈപ്പായിട്ട് പറയാം. ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു മാർക്ക് അവിടെ കിട്ടും. റെഡി. അടുത്തത്, വാട്ട് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ സ്കൂൾ ബാഗ് ഓഫ് 12 kg മാസ്? 12 കിലോഗ്രാം മാസുള്ളൊരു ബോഡി പൊക്കണമെങ്കിൽ എത്ര ഫോഴ്സ് കൊടുക്കണം? നോക്കി, 12 kg ഒബ്ജക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് മറന്നുപോയില്ല കേട്ടോ. 12 kg ഒരു മാസ് ബോഡി ഉണ്ട്, ഇതിൻ്റെ മാസാണ് 12 kg. അപ്പോൾ താഴേക്ക് ഉണ്ടാവുന്ന ഫോഴ്സാണ് 12 mg അല്ലേ? താഴേക്കുള്ള ഫോഴ്സ് എത്രയാണ്? mg അല്ലേ? mg എന്ന് വെച്ചാൽ 12 ഇൻറ്റു ജിയുടെ വാല്യൂ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 120 ന്യൂട്ടൺ ആണ് അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം താഴേക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം എത്രയെങ്കിലും കൊടുക്കണം. അതിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഫോഴ്സ് കൊടുക്കേണ്ടത് 120 തന്നെ മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാലേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിംപിളി ആലോചിച്ചാൽ മതി. എത്ര കൊടുക്കണം? നോർമൽ റിയാക്ഷനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് mg ആണ്. എന്ന് വെച്ചാൽ 12 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 120 ന്യൂട്ടൺ ആയിരിക്കും നിങ്ങളുടെ ആൻസർ വരാം. ഈസി, 2 മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് എന്താ ചോദിച്ചിട്ടുള്ളത്? കൺസിഡർ, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണല്ലത്. കൺസിഡർ ദ റൊട്ടേഷൻ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. ഓക്കെ, ഒരു ക്ലോക്കിനകത്തുള്ള സെക്കൻഡ് ഹാൻഡിൻ്റെ റൊട്ടേഷൻ. ഒരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, അതിനകത്തുള്ള സെക്കൻഡ് ഹാൻഡ്, ഇതൊരു സൂചിയാണ്. ഈ സെക്കൻഡ് ഹാൻഡിൻ്റെ റൊട്ടേഷൻ എന്താണ്? അത് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് ഓർത്ത് വെക്കുക, അതൊരു യൂണിഫോം സർക്കുലാർ മോഷനാണ്. യൂണിഫോം സർക്കുലാർ മോഷൻ. ഈ യൂണിഫോം സർക്കുലർ മോഷനിൽ ഈ സെക്കൻഡ് ഹാൻഡിന് ഏത് ഓപ്ഷനാണ് ഇതിൽ കറക്റ്റായിട്ട് വരാമെന്നല്ലേ? അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, ഇപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിഫോം സർക്കുലർ മോഷനിൽ ഇപ്പോൾ ഇത് റേഡിയസ് ആണെന്ന് വിചാരിക്കുക, ഇതതിൻ്റെ വെലോസിറ്റിയാണ്. ഓക്കെ, റെഡി. ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒന്നും ആലോചിക്കേണ്ട കേട്ടോ. ഒമേഗ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെലോസിറ്റി വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല. കാരണം നോക്കി, ഈ ഒരു പോയിൻ്റ് ഞാൻ എടുക്കുന്നു, ഇവിടെ ഞാനൊരു പോയിൻ്റ് എടുക്കുന്നു. ഈ പോയിന്റിൽ വെലോസിറ്റി കിടക്കുന്ന ഈ ഡയറക്ഷനിലാണ്. നോക്ക്, അടുത്ത പോയിൻ്റ് ഞാൻ എടുത്തു, ബി എന്ന് പറഞ്ഞ പോയിൻ്റ് എടുത്തു. ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി എങ്ങനെ കിടപ്പുള്ളത്? ബി എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്, പക്ഷേ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പോൾ ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് വെലോസിറ്റി എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല, നോട്ട് കോൺസ്റ്റൻറ്റ്. പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അഥവാ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. റൈറ്റ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് വെലോസിറ്റിയും അതുപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ളത് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് എന്ത് പറയാം? കോൺസ്റ്റൻ്റ് ഒമേഗ അല്ലേ? അപ്പം ആംഗുലാർ വെലോസിറ്റി സെയിം ആണ്, ഡിഫറൻറ്റ് ലീനിയർ വെലോസിറ്റി വി എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ചിട്ട്, അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഡയറക്ഷൻ മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. 2 മാർക്കിൻ്റെ ചോദ്യമല്ലേ. എനിവേ, ഇപ്പോൾ ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ. ഇതിന് കുറച്ച് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും കൂടി നോക്കാം. നോക്കി, ഇവിടെ പറയുന്നുണ്ട് സ്റ്റേറ്റ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ എന്താണെന്ന് പറയാം. വളരെ സിമ്പിളാണ്. നെറ്റ് ഫോഴ്സ്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അവിടെ അല്ലേ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം എഫ് നെറ്റ് 0 ആണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എഫ് 0 ആണെങ്കിൽ ഡി പി ബൈ ഡി ടി എന്തായിരിക്കും? 0 ആയിരിക്കും. ഡി പി ബൈ ഡി ടി 0 ആണെങ്കിൽ പി ഈസ് ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. റൈറ്റ്, ഇതാണെന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇത്ര എഴുതിയാൽ മതി. ഇതിനടുത്തത് ഇതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പം റൊട്ടേഷനിലേക്ക് വരുന്ന സമയത്ത് ഫോഴ്സിൻ്റെ അനലോഗാണ് ആര്? ടോർക്ക് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ടോ നെറ്റ് ഈസ് ഈക്വൽ ടു 0. നെറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി എന്താണ്? 0 ആണ്. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ടോർക്ക് എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ് എന്ത്? ടോർക്കിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. നിങ്ങൾ ഡിറൈവ് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ നോക്കിയോ, ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ആണെങ്കിൽ ഡി എൽ ബൈ ഡി ടി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ദിസ് ഈസ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടീഷൻ എടുക്കണേ. ഇവിടെ നമ്മൾ കണ്ടീഷൻ എടുക്കണം, നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ. മുകളിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? കണ്ടീഷൻ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ. അപ്പോൾ ഇത് രണ്ടും എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് വീതം 2 ഉണ്ടാവും.
റൈറ്റ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്തത് നമുക്ക് ഒരു തിയററ്റിക്കലായിട്ട് പറയേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നിങ്ങൾ നോക്കി ഒരേപോലത്തെ 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹെവി ബോഡി ആൻഡ് ലൈറ്റ് ബോഡി. ഒരു ബസ്സും ഒരു കാറും എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ബസ്സും ഒരു സ്കൂട്ടറും. റൈറ്റ്. ഒരു വലിയ ബോഡി ഉണ്ട്, ഒരു ചെറിയ ബോഡി ഉണ്ട്. റൈറ്റ്. ഒരു ഹെവി ബോഡി ഉണ്ട്, ഒരു ലൈറ്റ് ബോഡി ഉണ്ട്. രണ്ടിനും എന്താണ്? ഈക്വൽ മൊമെൻറ്റമാണ്. രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള മൊമെൻറ്റമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഈക്വൽ മൊമെൻറ്റം ആണെങ്കിൽ ആർക്കാണ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എനിക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ, കൈനറ്റിക് എനർജി മൊമെൻറ്റം നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ. കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, K = P²/2m. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജി കാണാനല്ലേ, ഗ്രേറ്റർ കൈനറ്റിക് എനർജി ആർക്കാണ്. അപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എന്താണ്? P²/2m എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. P എന്ന് പറയുന്നത് മൊമെൻറ്റമാണ്, M എന്ന് പറയുന്നത് മാസ്സാണ്. നോക്കി, ഇവിടെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പം വലിയൊരു ബസ്സുണ്ട്, ഒരു ചെറിയൊരു സ്കൂട്ടർ ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു സ്കൂട്ടർ. ഓക്കെ. ഇത് രണ്ടിൻ്റെയും മൊമെൻറ്റം എന്താണ്? P സെയിം ആണ്. രണ്ടിൻ്റെയും P എന്താണ്? സെയിം ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യുക? P കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലേ. അപ്പം മാസ് കുറഞ്ഞ ആൾക്ക് കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ പറ, ഇതിലാർക്കാണ് കൂടുതൽ കൈനറ്റിക് എനർജി? അല്ലേ, നമ്മുടെ സ്കൂട്ടറിനല്ലേ, നമ്മുടെ ചെറിയ ബോഡിക്കല്ലേ? ലൈറ്റർ ബോഡിക്കാണ് എന്തുണ്ടാവുക? കൈനറ്റിക് എനർജി കൂടുതലുണ്ടാവുക. ലൈറ്റർ ബോഡി ഹാസ് ഹയർ കൈനറ്റിക് എനർജി. ചാടിക്കേറി ആൻസർ ചെയ്തത് ഒന്ന് ആലോചിച്ചിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ റിലേഷൻ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പറ്റും. ഇനി അതേപോലെ ഒരു ചോദ്യം വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയോ നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഹെവി ബോഡി അല്ലേ. ഒരു ഹെവി ബോഡി ഉണ്ട്, ലൈറ്റർ ബോഡി ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ഇവിടെ പറഞ്ഞു എന്ത്? സെയിം കൈനറ്റിക് എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ ഏതിനാണ് മൊമെൻറ്റം കൂടുതൽ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ തന്നെ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിൽ നിങ്ങൾ മൊമെൻറ്റത്തിനൊരു ഇക്വേഷൻ അങ്ങ് ഡിറൈവ് ചെയ്യണം. ഇതിനകത്ത് നിന്ന് മൊമെൻറ്റത്തിന് ഇക്വേഷൻ എന്ത് കിട്ടും? K = P²/2m ആണ്. അപ്പോൾ P = എന്തായിരിക്കും? 2mk. P² = 2mk എന്ന് എഴുതാമല്ലോ അല്ലേ. 2mk. P = എന്താണ്? √2mk. ഓക്കെ അല്ലേ? റെഡി. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? K കോൺസ്റ്റൻ്റ് ആണ്, കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്. കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മൊമെൻറ്റം ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? പറ. മൊമെൻറ്റം ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. ആ √2 ഒക്കെ ഒഴിവാക്കിയേക്ക് മൊമെൻറ്റം മാസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ മാസ് കൂടിയാൽ ആർക്ക് എന്ത് കൂടും? മാസ് കൂടിയാൽ മൊമെൻറ്റം കൂടും. അപ്പോൾ ആർക്കാ കൂടുതൽ മൊമെൻറ്റം ഉണ്ടാവുക? യെസ്, ഹെവി ബോഡിക്ക്. അപ്പോൾ ഹെവി ബോഡിക്കാണ് എന്തുണ്ടാവുന്നത്? ഗ്രേറ്റർ മൊമെൻറ്റം. ഹെവി ബോഡി ഗ്രേറ്റർ മൊമെൻറ്റം. ഓക്കെ, ഗ്രേറ്റർ മൊമെൻറ്റം P എന്ന് എഴുതിയാൽ മതി. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. ഓർത്ത് വെക്കുക, ഹെവി ബോഡി ലൈറ്റ് ബോഡി ഈക്വൽ മൊമെൻറ്റം ആണെങ്കിൽ കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളത് ലൈറ്റർ ബോഡിക്ക്. ഹെവി ബോഡി ലൈറ്റ് ബോഡി സെയിം കൈനറ്റിക് എനർജി ആണെങ്കിൽ ഗ്രേറ്റർ മൊമെൻറ്റം ഉള്ളത് ഹെവിയർ ബോഡിക്ക്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി u. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ്. നോക്കടാ, എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ബോളുണ്ട്. ഞാനിവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ കയ്യിലൊരു ബോളുണ്ട്. ഞാൻ ആ ബോൾ മുകളിലേക്ക് എറിഞ്ഞു, ആ ബോൾ മുകളിലെത്തി. അങ്ങനെ മുകളിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സമയത്തിനെ പറ്റി മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം എനിക്കറിയാം, ഈ ബോൾ ടോപ്പിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. എറിയുന്ന സമയത്ത് എൻ്റെ വെലോസിറ്റി u ആണ് എന്നെനിക്കറിയാം. ഞാൻ കൊടുക്കും US എത്രയോ ആയിക്കോട്ടെ, u ആയാലും ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ u ആണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ v = u + at എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇനി നോക്കി, മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? -g ആയിരിക്കും. അപ്പോൾ അതൊന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? v എന്ന് പറയുന്നത് 0 ആണ്. 0 = u എന്ന് പറയുന്നത് u തന്നെ വന്നോട്ടെ, -aയുടെ സ്ഥാനത്ത് -g എന്ന് വരും × t. നമുക്ക് t അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ u = gt, t = എന്ത് വന്നു? u/g എന്ന് വന്നു. യെസ്. അപ്പോൾ ടൈം കിട്ടി. അപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യനിൽ പറയുകയാണ് u എന്ന് പറയുന്നത് 20 ആയിരുന്നു. അങ്ങനെയാണ് 20/g യുടെ വാല്യൂ 10 എടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡ് കൊണ്ടായിരിക്കുക കല്ല് മുകളിലേക്ക് എത്താം.
ഓക്കെ, അപ്പോൾ നമുക്ക് യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, യുവിൻ്റെ ജി കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ യുവിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ ഗിവൺ ആണെങ്കിൽ നമുക്ക് ടി എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സീറോ വെക്റ്റർ? എന്താ സീറോ വെക്റ്റർ? വെക്റ്റർ ഹാവിങ് സീറോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർബിട്രറി ഡയറക്ഷൻ അല്ലേ. സീറോ മാഗ്നിറ്റ്യൂഡ് ആർബിട്രറി ഡയറക്ഷൻ അങ്ങനെയുള്ള വെക്റ്റേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുക, സീറോ വെക്റ്റർ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ട് പ്രോപ്പർട്ടി ചോദിച്ചിട്ടുണ്ട്. രണ്ട് പ്രോപ്പർട്ടീസ് എഴുതുന്ന സമയത്ത് ഒരു വെക്റ്ററിനെ കൊണ്ട് ഒരു സീറോ വെക്റ്ററിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ആൻസർ എന്തായിരിക്കും, സീറോ വെക്റ്റർ ആയിരിക്കും കിട്ടുക, ഒരു പ്രോപ്പർട്ടിയായി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഒരു വെക്റ്റർ എടുത്തു, ആ വെക്റ്ററിനെ കൊണ്ട് സീറോ വെക്റ്ററിനെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് സെയിം വെക്റ്റർ തന്നെയായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് പ്രോപ്പർട്ടീസ്. ദെൻ അതിൻ്റെ എക്സാമ്പിൾ പറയാം. സീറോ വെക്റ്ററിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ബോഡി അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ബോഡിയുടെ വെലോസിറ്റി എന്താണ്, സീറോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ സീറോ വെക്റ്റർ എന്ന് പറയാം. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോഡി അറ്റ് റെസ്റ്റ് ഓക്കെയാണ്. ഇനി നോക്കി, വെലോസിറ്റി സീറോ ആവുന്നൊരു കേസല്ലേ ഇത്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് ഓഫ് വെർട്ടിക്കലി ത്രോൺ ഒബ്ജക്റ്റ് വെലോസിറ്റി സീറോ വെക്റ്ററാണ്. എനിവേ അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. രണ്ട് എക്സാമ്പിൾ പറഞ്ഞ് പഠിച്ചാൽ മതി, എങ്കിലും ഒരെണ്ണം എഴുതാനേ ഉണ്ടാവുള്ളൂ പരീക്ഷയ്ക്ക് കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. സ്പ്രിംഗ് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ് ഓർ നോൺ കൺസർവേറ്റീവ്. ഒരു സംശയം വേണ്ട, സ്പ്രിംഗ് ഫോഴ്സ് എന്താണ്? സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. ഓക്കെ, സ്പ്രിംഗ് ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ഇൻ നേച്ചറാണ്. എന്തുകൊണ്ടാണ് അതിനെ കൺസർവേറ്റീവ് എന്ന് വിളിക്കുന്നത്? ഇവിടെ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക്, സ്പ്രിംഗ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. ഫോഴ്സ് കാരണം ചെയ്യുന്ന വർക്ക് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്താണ്. വർക്ക് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സ്പ്രിംഗ് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. വേറൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ്. അപ്പോൾ ഇങ്ങനെ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ഓർത്ത് വെക്കുക. രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുള്ളൂ, നമ്മളത് പഠിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമതൊരു ബി ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇവിടെ ജസ്റ്റ് കൺസർവേറ്റീവ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകണ്ട. ബി ക്വസ്റ്റ്യൻ നോക്ക്, വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇത് എനർജി, ഇത് ഹൈറ്റ്. എനർജി ഹൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ആക്സിസ് വരയ്ക്കുന്നു. അപ്പോൾ താഴേക്ക് വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ അതിനെ പൊട്ടൻഷ്യൽ മുകളിലേക്ക് കൊണ്ടുപോകും തോറും, ഹൈറ്റ് കൂടും തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. ഹൈറ്റ് കൂടും തോറും കൈനറ്റിക് എനർജി എന്താ ചെയ്യുക, കുറഞ്ഞു വരിക ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്, അതിന് ആ ഭാഗത്ത് എന്തായിരിക്കും, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്, പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൂടിപ്പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഫ്രീലി ഫാളിംഗ് ആണല്ലോ അല്ലേ. ഫ്രീലി ഫാളിംഗ് ആകുമ്പോൾ നേരെ തിരിച്ച് പറയണേ, നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകല്ലോ, റൈസിങ് അല്ലല്ലോ, ഫ്രീലി ഫാളിംഗ് അല്ലേ. യെസ്, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഫ്രീലി ഫാളിംഗ് ആവുന്ന സമയത്ത് താഴേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഹൈറ്റിലാണുള്ളത്, ഇനീഷ്യലി ഒരു ഹൈറ്റിലാണുള്ളത്. അപ്പോൾ താഴെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഹൈറ്റിൽ നിന്ന് താഴേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരിക, സീറോ എന്ന് പറയുന്ന പോയിൻറ്റ്. ഈ ഭാഗത്താണ് നമ്മുടെ ഗ്രൗണ്ട് വരുന്നത്. ഈ ഭാഗത്താണ് ഗ്രൗണ്ട് അഥവാ എച്ച് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ പോയിൻറ്റ് വരാം. ഇവിടെ എച്ച് എന്താണ്, മാക്സിമം എച്ച് ഉള്ള ഭാഗമാണ്, റൈറ്റ്. അപ്പോൾ ഒരു ഹൈറ്റിൽ എന്തുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരുന്നു. ആ സമയത്ത് കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു, കൂടി പോകുന്നു. കുഴപ്പമില്ല, രണ്ടും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, റൈറ്റ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ദ ഫാക്ടർ എഫക്റ്റിംഗ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ? മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? I = mr² എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ 2 മാർക്കല്ലേ ഇഷ്ടം, ഒരു 4 പോയിൻ്റെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒന്ന് മാസ് ഓഫ് ബോഡിയുടെ മാസ് ഡിപ്പെൻഡ് ചെയ്യും. 2 ഷേപ്പ് ഓഫ് ബോഡി പറയാം. അടുത്തത് ഓറിയൻറ്റേഷൻ ഓഫ് പാർട്ടിക്കിൾ അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ഓറിയൻറ്റേഷൻ ഓഫ് പാർട്ടിക്കിൾ അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. അതുപോലെ തന്നെ റേഡിയസ് ഫ്രം ദ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയാം. ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ ഈ 4 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി മൊമെൻറ്റ് ഓഫ് ഇനേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ: കൺസിഡർ എ പ്ലാനറ്റ് മൂവിങ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. T1 and T2 are the time taken by planet ആണ് ടൈം ടേക്കൺ ബൈ പ്ലാനറ്റ് to go from P1 to P2. ഓക്കെ, P1 മുതൽ P2 വരെ പോകാൻ എന്തെടുത്തു? T1 എന്ന് പറയുന്ന സമയം എടുത്തു. P3 മുതൽ P4 വരെ പോകാൻ T2 സമയം എടുത്തു എന്ന് വെച്ചതാ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു പ്ലാനറ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇവിടെ പ്ലാനറ്റ് ഉണ്ട്, അതെന്ത് ചെയ്തു? P1 നിന്ന് P2ലേക്ക് പോയി, P1 നിന്ന് P2ലേക്ക് പോയി. അതേപോലെ പ്ലാനറ്റ് P3 നിന്ന് P4ലേക്ക് വന്നു. ഓക്കെ, P1 നിന്ന് P2ലേക്ക് പോകാൻ എന്തെടുത്തിട്ടുണ്ട്? T1 എന്ന് പറയുന്ന സമയം എടുത്തിട്ടുണ്ട്. ഇവിടെ T2 എന്ന് പറഞ്ഞ സമയം എടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ ഏരിയ ഉണ്ടല്ലോ, ഈ ഭാഗത്തെ ഏരിയ, അതാ ഷെയ്ഡ് ചെയ്ത ഭാഗം നോക്കുക, ഈ രണ്ട് ഭാഗത്തെയും ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ആ യെല്ലോ കളറിൽ കാണുന്ന ഭാഗം എന്താണ്? ഏരിയ സെയിം ആണ്. അങ്ങനെ ഏരിയ സെയിം ആണെങ്കിൽ ഈ T1 ഉം T2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3. ഓക്കെ, T1 ഉം T2 ഈക്വൽ ആയിരിക്കും, ഈക്വൽ ഏരിയ ആണെങ്കിൽ. ഇതെന്ന് പറയുന്നത് ഏത് ലോ ആണിത്? ലോ ഓഫ് ഏരിയ. ലോ ഓഫ് ഏരിയ, കെപ്ലറുടെ രണ്ടാമത്തെ ലോ കേട്ടോ. കെപ്ലറുടെ സെക്കൻഡ് ലോ അഥവാ ലോ ഓഫ് ഏരിയ ആണ്. എന്താ ഇത് പറയുന്നത്? ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എൽ ബൈ 2m വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ എഴുതിയാൽ മതി, ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം: ദ ആംഗിൾ സ്റ്റെപ്റ്റ് ബൈ റേഡിയസ് വെക്റ്റർ, ദ ലൈൻ ജോയിനിങ് സൺ, ഇതാണ് സണ്ണ്, ദ ലൈൻ ജോയിനിങ് സൺ ആൻഡ് പ്ലാനറ്റ് സ്റ്റെപ്റ്റ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഓക്കെ, പ്ലാനറ്റിനെയും സണ്ണിനെയും കണക്ട് ചെയ്യുന്ന ലൈൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക ടൈം ഇൻ്റർവൽ സ്വീപ്പ് ചെയ്തെടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും സെയിം ആയിരിക്കും. റൈറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാലും ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വൈ ദ ലിക്വിഡ് ഡ്രോപ്പ് ഹാസ് ഓൾവേസ് സ്പെരിക്കൽ ഇൻ ഷേപ്പ്? എന്തുകൊണ്ടാണ്? ഫ്ലൂയിഡ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. നോക്കിയേ, നമ്മുടെ ലിക്വിഡ് ഡ്രോപ്പുകൾ, വെള്ളത്തുള്ളികളൊക്കെ വെള്ളത്തിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനൊരു സ്പെരിക്കൽ ഷേപ്പിൽ നിൽക്കുന്നത് കാണാം. ഓക്കെ, എന്തുകൊണ്ടാണത് സ്പെരിക്കൽ ഷേപ്പിലേക്ക് അറ്റൈൻ ചെയ്യുന്നത്? ഇത് വെള്ളത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ലിക്വിഡ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. എല്ലാവർക്കും അറിയാലോ എന്താ സർഫസ് ടെൻഷൻ എന്ന്. സർഫസ് ടെൻഷൻ കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ മതി. 2 മാർക്കാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തുകൊണ്ടാണ് സ്പെരിക്കൽ ഷേപ്പ് തന്നെ എടുക്കുന്നത്? അപ്പോൾ സർഫസ് ടെൻഷൻ എന്തിനു ട്രൈ ചെയ്യും? സർഫസ് ടെൻഷൻ ട്രൈസ് ടു റെഡ്യൂസ് സർഫസ് ഏരിയ. സർഫസ് ടെൻഷൻ സർഫസ് ഏരിയ കുറയ്ക്കാനാണ് ട്രൈ ചെയ്യുക. അപ്പോൾ നോക്ക്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പുകളിൽ ഏതിനാണ് ഏറ്റവും ഏരിയ കുറവുള്ളത്? സ്പിയർ ഹാസ് മിനിമം സർഫസ് ഏരിയ. സ്പിയറിന് എന്താണ്? മിനിമം സർഫസ് ഏരിയയാണ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും നല്ലത് ഏത് ഷേപ്പിൽ നിൽക്കുന്നതാണ്? മിനിമം സർഫസ് ഏരിയ ഉണ്ടെങ്കിലേ അവിടെ സർഫസ് ടെൻഷൻ നന്നായിട്ട് ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ സർഫസ് ടെൻഷൻ കാരണം ഏരിയ കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അങ്ങനെ ഏരിയ കുറച്ചിട്ട് ഏറ്റവും മിനിമൽ ഏരിയ ആയിട്ട് എന്ത് ചെയ്യുന്നു? സ്പെരിക്കൽ ഷേപ്പിലായിട്ട് അറ്റൈൻ ചെയ്തിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്പിനൊക്കെ ഈ ഒരു സ്പെരിക്കൽ ഷേപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇവിടെ. വെൻ എ പെയിൻറ്റിംഗ് ബ്രഷ് ഡിപ്ഡ് ഇൻ വാട്ടർ ഇറ്റ്സ് ഹെയർ ക്ലിങ് ടുഗദർ. ഓക്കെ, നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഒരു പെയിൻറ്റിങ് ബ്രഷ് മുക്കി അതിങ്ങനെ എന്ത് ചെയ്യുന്നു? ഇതുപോലെ ഇങ്ങനെ പാറിപ്പറക്കുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിലുള്ള നാരുകൾ അത് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇതുപോലെ കൂടി നിൽക്കുന്നത് കാണാം അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് ഇതിന് കാരണം? അതിൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത് എന്ത് തന്നെയാണ്? സർഫസ് ടെൻഷൻ തന്നെയാണ്. മുകളിൽ പറഞ്ഞ അതേ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം. സർഫസ് ടെൻഷൻ തന്നെയാണ് ഇതിനും കാരണം. നോക്കി, സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? സർഫസ് ടെൻഷൻ ട്രൈസ് ടു റെഡ്യൂസ് ഏരിയ. അങ്ങനെ റെഡ്യൂസ് ഏരിയ കുറയ്ക്കണമെങ്കിൽ, അങ്ങനെ ഏരിയ കുറഞ്ഞ് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പെയിൻറ്റ് ബ്രഷ് എന്ത് ചെയ്യണം? പെയിൻറ്റ് ബ്രഷിൽ മുമ്പിലുള്ള നാരുകൾ ഒന്നിച്ച് നിൽക്കണം അല്ലേ? അപ്പം അങ്ങനെ അത് സർഫസ് ടെൻഷൻ കാരണം ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു രീതിയിൽ നിൽക്കുന്നതെന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈ 2 പോയിന്റുകൾ അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും കേട്ടോ. യെസ്, ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫൈൻ ട്രയാങ്കുലർ ലോ ഓഫ് എക്സ്ട്രാഡിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. എ വരയ്ക്കുക, ബി വരയ്ക്കുന്നു,
ദെൻ മൂന്നാമത്തെ സൈഡ് എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ഓർഡറിൽ വരച്ച് ചെയ്യാം. അപ്പം ആർ ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ, മൂന്നാം സൈഡ് എ പ്ലസ് ബി എന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് വാട്ട് ഈസ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. എന്താണ് വാട്ടറിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ? ഞാൻ അവിടെ തന്നെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അനോമലസ് ബിഹേവിയർ, മറ്റുള്ള മെറ്റീരിയലിൽ നിന്ന് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, അനോമലസ് ബിഹേവിയർ. ഇനി എന്താണ് അനോമലസ് ബിഹേവിയർ? സാധാരണ മെറ്റീരിയൽ ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുക, എന്നാൽ വെള്ളം മാത്രം, സാധാരണ മെറ്റീരിയലെല്ലാം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഷനാണ് കാണിക്കുക. എന്നാൽ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കോൺട്രാക്റ്റ് ചെയ്യും. കോൺട്രാക്റ്റ് ഓൺ ഹീറ്റിംഗ് ഫ്രം 0 ഡിഗ്രി ടു 4 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രം, ആ ഒരു റീജിയനിൽ മാത്രം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഈ 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രം എന്ത് ചെയ്യുന്നു, അത് കോൺട്രാക്ഷൻ കാണിക്കുന്നു. വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ആഫ്റ്റർ 4 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രിക്ക് ആഫ്റ്റർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇറ്റ് എക്സ്പാൻഡ് ലൈക്ക് അതർ. അപ്പോൾ അത് സാധാ സ്വഭാവം കാണിക്കും. അപ്പോൾ എപ്പോഴാണ് ഈ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത്, 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പം ഇതിനർത്ഥം എന്താണ്, കോൺട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, ഡെൻസിറ്റി കൂടുക എന്നല്ലേ, വോളിയം കുറയുക എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വാട്ടർ ഹാസ് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി, മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, അനോമലസ് എക്സ്പാൻഷൻ്റെ എക്സ്പ്ലനേഷനായിട്ട് പറയാൻ വേണ്ടി പറ്റുക. ഇനി വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെർഫെക്ഷന് വേണ്ടി 2 ഗ്രാഫ് കൂടി കാണിച്ചു വെക്കാം. നമുക്ക് ഈ വാല്യൂസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് നോക്കി, വോളിയം ടെമ്പറേച്ചർ നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. 4 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ 5 എന്ന് എഴുതുന്നുണ്ട് കേട്ടോ, 4 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മിനിമം വോളിയം ഉണ്ടോ, വോളിയം മിനിമം ആവുന്ന ആ ഭാഗം, വോളിയം മിനിമം ആവുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് വിളിക്കാം, 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. നോക്കി കണ്ടോ, 5ൻ്റെ തൊട്ട് മുമ്പേ അല്ലേ 4 ഡിഗ്രി. ഇനി നോക്ക്, ഡെൻസിറ്റി മാക്സിമം ആവുന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഡെൻസിറ്റി ടെമ്പറേച്ചർ റോട്ടി ഗ്രാഫ് എന്നാണ് പറയുക, ഇത് വി ടി ഗ്രാഫും. ഓക്കെ, റോട്ടി ഗ്രാഫ് നോക്ക്, മാക്സിമം ഡെൻസിറ്റി വരുന്ന എപ്പോഴാണ്, നോക്ക് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഇതൊന്നും എഴുതണ്ട, നിങ്ങളിത് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് വി ടി ഗ്രാഫ് വരയ്ക്കുമ്പോൾ വി ടി ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതുപോലെ അങ്ങ് വരച്ച് വെച്ചാൽ മതി, 4 ഡിഗ്രി സെൽഷ്യസ്. ദെൻ റോട്ടി ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതുപോലെ കൂടിയിട്ട് കുറയണം. അപ്പോൾ അത് ഈ ഭാഗം മാക്സിമം ഡെൻസിറ്റി കാണിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ 2 ഗ്രാഫുകൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്താൽ മതി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോയാലോ. അടുത്തൊരു ഫൈൻഡ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഷോൺ ബിലോ, ഡ്രോ ഇറ്റ് എക്സ്-ടി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതൊരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നോക്കി, ഇതിനകത്ത് ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളതിൻ്റെ വി ടി ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, എക്സ്-ടി ഗ്രാഫിന് എന്താക്കി മാറ്റണം, വി ടി ഗ്രാഫാക്കി മാറ്റണം. അപ്പോൾ വി ടി ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് വി ടി ഗ്രാഫ് ആദ്യം വരച്ച് വെക്കുക, വി ടി അങ്ങ് വരച്ച് വെക്കാം. ആ ഫ്രെയിം അവിടെ സെറ്റ് ചെയ്തു, വെലോസിറ്റിയും ടൈമും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. ഇനി എന്താ നോക്ക്, ഈ ഭാഗത്ത് എക്സ്-ടി ഗ്രാഫിൽ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ, എക്സ്-ടി ഗ്രാഫിൽ നോക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം, അത് യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷനാണ്. ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട് 6 അല്ലേ, 3 മിനിറ്റ് വരെ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ആക്സിസ് അതുപോലെ തന്നെ വരയ്ക്കണം. ഇവിടെ ടൈം ആക്സിൽ 3 കണ്ടല്ലോ, ഈ 3 കണ്ടല്ലോ, ആ 3 അതുപോലെ ഞാൻ അങ്ങോട്ട് എടുത്ത് വരച്ചു. അതേപോലെ ഇവിടെ 5 കാണാം, ആ 5ഉം അതുപോലെ. ടൈം ആക്സിസ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ചേഞ്ച് ചെയ്യണ്ട. റെഡി? ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. വെലോസിറ്റിയും ടൈമും നിങ്ങൾ വരയ്ക്കുന്നു കേട്ടോ, ആക്സിസ് സെറ്റ് ചെയ്യുന്നു, ടൈം ആക്സിസ് അതുപോലെ എടുത്ത് വരയ്ക്കുന്നു. നോക്കിയേ, ഇതിൽ ഈ ഭാഗത്ത് നോക്ക്, യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയുടെ ഗ്രാഫാണ് ഇതുപോലെ ഉണ്ടാവുക. ഈ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് എക്സ്-ടി ഗ്രാഫ് ഇതുപോലെ ഉണ്ടെങ്കിൽ, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇൻക്ലൈൻഡ് ആണെങ്കിൽ അത് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അപ് ടു 3 മിനിറ്റ്, 3 മിനിറ്റ് വരെ വെലോസിറ്റി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്നല്ല, വെലോസിറ്റി 3 മിനിറ്റ് വരെ കേട്ടോ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, മാത്രമല്ല പോസിറ്റീവും ആണ്. ഓക്കെ, ഇതിനടുത്ത് നോക്കിയപ്പോൾ വെലോസിറ്റിയാണ് എന്ത് ചെയ്തു, പോസിറ്റീവ് ആക്കി. ഇനി അവിടെ വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, ഇവിടെ പൊസിഷൻ നോക്കി, ഫൈനൽ പൊസിഷൻ x2 എന്ന് പറയാം. x2 എന്ന് പറയുന്നത് 6 ആണ്. ഇനീഷ്യൽ പൊസിഷൻ x1 എന്ന് പറയുന്നത് 0 ആണ്. ടൈം എത്രയാണ്, t എന്ന് പറയുന്നത്, t2 എന്ന് പറയുന്നത് ഫൈനൽ ടൈം t2 എന്ന് പറയുന്നത് 3 ആണ്. t1 എന്ന് പറയുന്നത് 0 ആണ്.
അപ്പോൾ എന്താ നമ്മുടെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 മൈനസ് x1 ബൈ t2 മൈനസ് t1 അല്ലേ. x2 എന്ന് പറയുമ്പം 6 മൈനസ് 0 ഡിവൈഡഡ് ബൈ 3 മൈനസ് 0 എന്ന് പറയുമ്പോൾ 3 തന്നെ അല്ലേ. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കത്തുള്ള ഈ ഭാഗത്തുള്ള റീജിയൻ കേട്ടോ, ആദ്യത്തെ റീജിയനിൽ ഈ ഭാഗത്തുള്ള വെലോസിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്തുള്ള വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, +2 എന്ന് മാർക്ക് ചെയ്ത് വെച്ചു, +2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്ത എന്താണ്, 3 മുതൽ 5 വരെ, 3 മുതൽ 5 വരെയുള്ളത് ഈ ഭാഗം, രണ്ടാമത്തെ റീജിയൻ കേട്ടോ, ഈ ഒരു ഭാഗത്തുള്ള വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. അവിടെ നിങ്ങൾ നോക്ക്, വെലോസിറ്റി എന്താണ്, വെലോസിറ്റി കുറഞ്ഞു വരില്ലേ ചെയ്യുന്നത് അല്ലേ. വെലോസിറ്റി എന്താണ്, കുറഞ്ഞു വരിക ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് വെലോസിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. വെലോസിറ്റി കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ലേ. വെലോസിറ്റി നേരത്തെ പൊസിഷൻ കൂടുന്നതനുസരിച്ചിട്ട് വെലോസിറ്റി പോസിറ്റീവും, പൊസിഷൻ കുറഞ്ഞു വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതിനകത്ത് പൊസിഷൻ 0 ആയി. അപ്പം ഇതുവരെ ഈ മോഷനകത്ത് നോക്കി, ഇത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, 6 മീറ്റർ ആയി. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്തു, അത് തിരിച്ചു വന്നു. ഒരു ഒബ്ജക്റ്റ് ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പോയി, അത് ഇവിടുന്ന് തിരിച്ചു വരാൻ തുടങ്ങി. അതിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് വെലോസിറ്റി എന്തായിരിക്കടാ, നെഗറ്റീവ് ആയിരിക്കും. വെലോസിറ്റി നെഗറ്റീവ്, അല്ലെങ്കിൽ ഗ്രാഫ് നിങ്ങൾ ഓട്ടോമാറ്റിക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ ആയിരിക്കും കേട്ടോ. വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ വെലോസിറ്റി എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയുടെ കേസാണ്, യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയുടെ കേസാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒന്ന് വരച്ച് നോക്കാം. യെസ്, അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ക്വസ്റ്റ്യനിൽ നിങ്ങളിത് 6 ആണ്, 5 അല്ല 6 ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അവിടെ ഞാൻ ഫൈനൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി, വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഫൈനൽ പൊസിഷൻ എത്രയാണ് നോക്കി, x2 എന്ന് പറയുന്നത്, ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് 0 അല്ലേ. ഒന്ന് അവസാനിക്കുന്ന സ്ഥലം നോക്ക്, അവസാനിക്കുന്ന സമയത്തുള്ള പൊസിഷൻ എന്ന് പറയുന്നത് 0 അല്ലേ, x2 0 ആണ്. അപ്പോൾ 0 മൈനസ് ഇനീഷ്യലി അതിൻ്റെ പൊസിഷൻ എത്രയാണ്, ഇനീഷ്യലി അതിൻ്റെ പൊസിഷൻ 6 അല്ലേ. ഈ രണ്ടാമത്തെ ലൈന് മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. അവസാനിക്കുന്നത് 0-ൽ, എൻഡ് ചെയ്യുന്നത് തുടങ്ങുന്നത് 6-ൽ. അപ്പോൾ 0 മൈനസ് 6 ഡിവൈഡഡ് ബൈ ടൈം, ഫൈനൽ ടൈം എത്രയാണ്, 6 ആണ്, മൈനസ് ഇനീഷ്യൽ ടൈം 3 ആണ്, മൈനസ് 6 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും അല്ലേ. അപ്പോൾ -2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം, നെഗറ്റീവ് വെലോസിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്, റൈറ്റ്, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് എന്ന് എഴുതിയത്. അപ്പോൾ ഞാൻ ഇനി താഴെ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, 3 മുതൽ 6 വരെയുള്ള ടൈമിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് -2 ആയിരിക്കും അല്ലേ, -2. നമ്മുടെ ആക്സിസിനകത്ത് ഈ ഭാഗത്ത് എന്ത് ചെയ്യുക, -2 എന്ന് മാർക്ക് ചെയ്ത് വെക്കാം, റൈറ്റ്. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള VT ഗ്രാഫ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത എന്താ, XT ഗ്രാഫിനെ എന്താക്കി മാറ്റി, VT ഗ്രാഫാക്കി മാറ്റിയിട്ടുണ്ട്. സിമ്പിൾ. ഇത് പ്രോബ്ലം ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സാധാരണഗതിയിൽ അതൊരു 3 മാർക്ക് ഒക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 2 മാർക്ക് കേട്ടോ. ഇപ്പോൾ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനായതുകൊണ്ടാണ് ഈ സെഷനിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A javelin is projected at an angle 30 degree with its initial velocity 5 meter per second for ground. What are its velocity and acceleration at a highest point? നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷനാണല്ലോ ഇത്. ഓക്കെ, പ്രൊജക്റ്റൈൽ മോഷനിൽ ഹയസ്റ്റ് പോയിൻറ്റ്, ഹയസ്റ്റ് പോയിൻറ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹയസ്റ്റ് പോയിൻറ്റിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, u cos θ മാത്രമേ ഉള്ളൂ. ഇനീഷ്യലായിട്ട് കൊടുക്കുന്ന നമ്മുടെ ആംഗിൾ എത്രയാണ്, 30 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്ക്, ഇവിടെ ആക്സിലറേഷൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ g ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ആൻസർ ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ, വെലോസിറ്റി എന്ന് പറയുന്നത് ഹയസ്റ്റ് പോയിൻറ്റിൽ വെലോസിറ്റി u sin θ ആയിരിക്കും. u sin θ അല്ല, u cos θ ഓൺലി ആയിരിക്കും. u cos θ is equal to 5 into cos 30 എന്ന് വെച്ചാൽ 5 into √3/2. അതിൻ്റെ വാല്യൂ നിങ്ങൾ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി, അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ, ഈ ഹയസ്റ്റ് പോയിൻറ്റിലെ ആക്സിലറേഷൻ, ഹയസ്റ്റ് പോയിൻ്റ് എന്നല്ല, ഈ പ്രൊജക്റ്റൈൽ മോഷനിൽ ഏത് പോയിൻ്റ് നിങ്ങൾ എടുത്താലും അവിടെയൊക്കെ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും, ടുവേർഡ്സ് ദ
ഗ്രൗണ്ട്, അവിടെയൊക്കെ വാല്യൂ എന്തായിരിക്കും? ജി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? -9.8 m/s². ഓക്കെ, റൈറ്റ്. അത്രയും മതി. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ പേഴ്സൺ ഫയറിങ് എ ബുള്ളറ്റ് എക്സ്പീരിയൻസസ് ബാക്ക്വേർഡ് ജെർക്ക്. ഒരാൾ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ബാക്ക്വേർഡ് അത് വരുന്നു. കാരണം എന്താണ്? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലമാണ്. ബുള്ളറ്റ് മാസ്, ഒരു ഗണ്ണുണ്ട്, അതിൻ്റെ ബുള്ളറ്റിൻ്റെ മാസ് 15 ഗ്രാമാണ്. വെലോസിറ്റി ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റി 100 m/s ആണ്. ഒരു ഗണ്ണുണ്ട്, അതിൻ്റെ മാസ് 2 കിലോഗ്രാമാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര സ്പീഡിലാണ് ഗണ്ണ് ബാക്കോട്ട് റീകോയിൽ ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഗണ്ണുണ്ടെന്ന് വിചാരിക്കാം. ഈ ഗണ്ണിനകത്ത് ബുള്ളറ്റ് നിൽക്കുന്നു. ഓക്കെ, ഗണ്ണിനകത്ത് ബുള്ളറ്റ് നിൽക്കുന്നു. അതിൻ്റെ വെലോസിറ്റി ഇപ്പം രണ്ടിൻ്റെ മൊമെൻ്റ് എത്രയാണ്? 0 ആണ്. ഇനി ഗണ്ണ് ഫയർ ചെയ്യുന്നു. ഗണ്ണ് നമ്മൾ എന്ത് ചെയ്തു? ഫയർ ചെയ്തു. ബുള്ളറ്റ് ഫയർ ചെയ്തു. ആ ബുള്ളറ്റിൻ്റെ മാസ് എത്രയാണ്? 15 ഗ്രാം അല്ലേ പറഞ്ഞത്? അത് പോകുന്ന വെലോസിറ്റി സ്മോൾ ലെറ്റർ എം എന്ന് എടുക്കട്ടോ. അതിനെ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി നമുക്ക് സ്മോൾ ലെറ്റർ വി എന്ന് എടുക്കാം, 100 m/s. ഗണ്ണിൻ്റെ മാസ് നമുക്ക് ക്യാപിറ്റൽ എം എന്ന് എടുക്കാം, 2 kg. ഗണ്ണ് ബാക്കോട്ട് വരും, അതാണ് റീകോയിൽ വെലോസിറ്റി. അതെന്തായിരിക്കും? ഉണ്ടോ? രണ്ട് വെലോസിറ്റി നോക്ക്. ഒന്ന് ഒരു ഡയറക്ഷനാണെങ്കിൽ മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ കിട്ടുന്ന വെലോസിറ്റി മൈനസ് ആയിരിക്കും. അപ്പോൾ റീകോയിൽ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം നമുക്ക് റീകോയിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ പറയാം. റീകോയിൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എം വി അല്ലേ? സ്മോൾ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ഈ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. റൈറ്റ്, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാലോ. എമ്മിൻ്റെ വാല്യൂ 0.015. എന്തുകൊണ്ടാണ് 0.015 എടുത്തത്? 15 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 0.015 ഇൻറ്റു 100 അല്ലേ? 15 ഗ്രാം എന്ന് പറയുന്നത് 0.015 kg ആണ്. ഇൻറ്റു 100, മാസ് വെലോസിറ്റി 100 അല്ലേ? ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ 2. അപ്പോൾ വരുമ്പം 0.75 അല്ലേ? 0.75 m/s. ഓക്കെ, പ്രോബ്ലമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്റ്റിൽ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണേ. ഒരു പ്രൊജക്റ്റൈൽ മോഷൻ നോക്കി. ഇതുപോലൊരു പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ട്. ഹയസ്റ്റ് പോയിൻറ്റ്, ഈ ഹയസ്റ്റ് പോയിൻറ്റിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി u cos θ അല്ലേ? റെഡി. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അവിടുത്തെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. എന്താണ് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ? ½ അല്ലേ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? u cos θ. അപ്പോൾ u cos θ, വെലോസിറ്റി u cos θ എന്ന് കൊടുത്തു, സ്ക്വയർ എടുത്തു എന്ന് വെച്ചാൽ ½ cos θ. റെഡിയാണല്ലോ? അങ്ങനെയാണെന്ന് വെച്ചാൽ ഹയസ്റ്റ് പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, mgh, m ഇൻറ്റു ജി ഇൻറ്റു ഇവിടേക്കുള്ള ഹൈറ്റ് അല്ലേ മാക്സിമം ഹൈറ്റ് h. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ? u² sin² θ ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ നോക്കി, ജി ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. ജിയും ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ എന്താ ഉള്ളത്? ജിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എം ഉണ്ട്, u² sin² θ ഉണ്ട്, ബൈ 2 ഉണ്ട്. അത് നമുക്ക് മുമ്പിൽ ഹാഫായിട്ട് തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ത് കിട്ടിയിട്ടുണ്ട്? ½ mu² sin² θ. കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ ½ mu² cos² θ. എവിടെ? ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റൈൽ. അപ്പോൾ ടോട്ടൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ½ mu² cos² θ പ്ലസ് ½ mu² sin² θ. കോമൺ ആയിട്ട് ½ mu² പുറത്തെടുത്താൽ cos² θ പ്ലസ് sin² θ. ഇതിൻ്റെ വാല്യൂ എത്രയാടാ? ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ½ mu² എന്നും പറയാം. ഇത് ചോദിച്ചിട്ടില്ല, നിങ്ങൾ ഈ രണ്ടെണ്ണം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? യെസ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി? എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് ചോദ്യം. എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം എന്ത്? √2gr ആണ്. ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം √gr ആണ്. അപ്പോൾ ഇവർ നമ്മൾ റേഷ്യോ എടുക്കുന്നു VE:VO എന്ന് വെച്ചാൽ √2gr √gr. അപ്പോൾ √2:1. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിയത് കുഴപ്പമൊന്നുമില്ലല്ലോ, ഈസിയാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്, 2 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് റിലേഷൻ. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് എ ആൻഡ് വെലോസിറ്റി ഓഫ് ബി. എ എന്ന് പറഞ്ഞൊരു ബോഡിയുടെ ഇതൊരു എക്സ് ടി ഗ്രാഫാണ്. ഓക്കെ, ഈ എക്സ് ടി ഗ്രാഫിൽ രണ്ട് ബോഡീസ് ഉണ്ട്, എ എന്ന് പറഞ്ഞ ബോഡി, ബി എന്ന് പറഞ്ഞ ബോഡി. എയിലേക്കുള്ള ആംഗിളാണ് 60 ഡിഗ്രി, ബിയിലേക്കുള്ള ആംഗിളാണ് 30 ഡിഗ്രി. അപ്പോൾ നോക്ക്, ഒന്നാമത്തെ ബോഡിയുടെ വെലോസിറ്റി, രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി, ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ നമ്മളെ എന്താ ജസ്റ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി, വി എ ഡിവൈഡ് ബൈ വി ബി കണ്ടുപിടിച്ചാൽ മതി. എന്തായിരിക്കും വി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് അല്ലേ, എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ, എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് നിങ്ങളെടുത്താൽ അതിന് നിങ്ങൾക്ക് എന്താ പറയാം? വെലോസിറ്റി എന്ന് പറയാം. എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് എന്ത്? വെലോസിറ്റി. അപ്പോൾ വി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് എടുത്താൽ എയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ 60 അല്ലേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താടാ? ടാൻ തീറ്റ എടുത്താൽ പോരെ. സ്ലോപ്പ് എന്ന് പറയുമ്പം ടാൻ തീറ്റ എടുത്താൽ മതി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. വി എ എന്ന് പറയുന്നത് ടാൻ 60 അല്ലേ, എയുടെ 60 അല്ലേ, ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുമ്പം ടാൻ 30. ടാൻ 60 എന്ന് പറയുമ്പോൾ √3 ഡിവൈഡഡ് ബൈ ടാൻ 30 എന്ന് പറയുമ്പോൾ 1/√3. അപ്പം മുകളിലേക്ക് വരുമ്പം √3 ഇൻറ്റു √3 പറയുമ്പോൾ 3 എന്നല്ലേ വരാം. √3 ഇൻറ്റു 3 √3 ഇൻറ്റു √3 പറയുമ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ്, 3/1. യെസ്, റേഷ്യോ അല്ലേ ചോദിച്ചത്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. അപ്പോൾ റേഷ്യോ എത്രയാണ്? 3:1. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കി, അപ്പോൾ ഇതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസാണ് ഒരുവിധം മിക്കവാറും വർഷങ്ങളിലൊക്കെ 2 മാർക്കിനായിട്ട് ചോദിക്കുക. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പൊസിഷൻ വെക്ടർ ഓഫ് പാർട്ടിക്കിൾ പി ലൊക്കേറ്റഡ് ഇൻ XY പ്ലെയിൻ ഈസ് ഷോൺ ഇൻ ഫിഗർ. ഒരു പി എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്, ആ പിയിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് R എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഫിഗർ റീഡ്രോ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? റെക്റ്റാങ്കുലർ കമ്പോണൻ്റ് ആക്കിയതിനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? വരച്ചു. ഇതാ ഇവിടെ R എന്ന് പറഞ്ഞ വെക്റ്റർ ഉണ്ട്. യെസ്, ഈ ആറിനെ 2 കമ്പോണൻ്റ് ആക്കുന്നു. ഇവിടെ ഞാൻ ഒരു ആംഗിൾ കാണിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 കമ്പോണൻ്റ് ആക്കാം. ആറിനോട് തീറ്റ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റയോട് ചേർന്ന് നിൽക്കുന്ന കമ്പോണൻറ്റ് R കോസ് തീറ്റ, ഈ ഭാഗം R സൈൻ തീറ്റ. യെസ്, 2 കമ്പോണൻ്റ് ആക്കി. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ കമ്പോണൻ്റ് ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഭാഗം റെക്റ്റാങ്കുലർ കമ്പോണൻ്റ് ആക്കി കഴിഞ്ഞു. റൈറ്റ്, നെക്സ്റ്റ് റൈറ്റ് ദ പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് റെക്റ്റാങ്കുലർ കമ്പോണൻറ്റ്. ഓക്കെ, ഈ റെക്റ്റാങ്കുലർ കമ്പോണൻറ്റ് ടേമിൽ എന്ത് ചെയ്യണം? പൊസിഷണൽ വെക്ടേഴ്സിന് പൊസിഷൻ വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? പൊസിഷൻ വെക്ടർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ എക്സ്, നമ്മുടെ വെക്ടർ പൊസിഷൻ വെക്ടർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക R = XI പ്ലസ് YJ എന്നാണ്. അപ്പോൾ R = X ആക്സിൽ, ഇതാണ് X ആക്സിസ്, ഇതാണ് Y ആക്സിസ്. X ആക്സിൽ നമുക്ക് R കോസ് തീറ്റ I ക്യാപ്പ് എന്ന് പറയാം അല്ലേ. എക്സിൻ്റെ സ്ഥാനത്ത് R കോസ് തീറ്റ എന്ന് കൊടുത്തു. വൈയുടെ സ്ഥാനത്ത് എന്താ? R സൈൻ തീറ്റ. അപ്പോൾ R സൈൻ തീറ്റ J ക്യാപ്പ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായി? വെക്ടറായി. അപ്പോൾ ഒരു വെക്ടർ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? പൊസിഷൻ വെക്ടറായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബിയുടെ ആൻസറും ആയി. ഓക്കെ, ബി എന്ന് പറയുന്നതിൻ്റെ ആൻസറും, ഇപ്പോൾ എയുടെ ആൻസറും ബിയുടെ ആൻസറും ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതാം. ഓക്കെ, താങ്ക് യു.